രേഷ്ണ, ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ജയ രാധ മാധവ, ജയ കുഞ്ച വിഹാരി, ജയ ഗോപിചന്ന വല്ലഭ, ജയ ഗിരിവരധാരി, ജയ ഗിരിവരധാരി, യശോദനന്ദന വ്രജജന രഞ്ജന, യശോദനന്ദന വ്രജരജസുന്ദന, രാധ യമുന തീരവനചാരി, ജയ രാധ മാധവ, ജയ കുഞ്ച ബിഹാരി, ജയ ഗോപിചന്ന വല്ലഭ, ജയ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ നാരായണ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം, ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ, ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തി ഭവതി നൈഷ്ഠികീ. മൂകം കരോതി വാചാലം പങ്കുല്ലംഘയതേ ഗിരം, ഇൻ കൃപവന്തമഹം വന്ദേ ശ്രീഗുരുതീരതാരിണം, ശ്രീചൈതന്യമീശ്വരം ശ്രീപരമാനന്ദമാധവം. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ശ്ലോകം ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലെ 8-ാം അധ്യായത്തിലെ 17-ാം ശ്ലോകമാണ്. 17-ാമത്തെ ശ്ലോകമാണ്. ബ്രഹ്മത്തേജോ വിനീർമുക്തേ ആത്മജേ സഖ കൃഷ്ണായ, പ്രായാണാഭിമുഖം കൃഷ്ണമിതമഹ വൃഥാ സതി. ബ്രഹ്മത്തേജോ വിനീർമുക്തേ ആത്മജേ സഖ കൃഷ്ണായ, പ്രയാണാഭിമുഖം കൃഷ്ണമിതമഹ വൃഥാ സതി. ബ്രഹ്മത്തേജോ വിനീർമുക്തേ ആത്മജേ സഖ കൃഷ്ണായ, പ്രയാണാഭിമുഖം കൃഷ്ണമിതമഹ വൃഥാ സതി. വാക്കർത്ഥം: ബ്രഹ്മതേജ, ബ്രഹ്മാസ്ത്രത്തിന്റെ തേജസ്, വിനീർമുക്തി, നിന്നും രക്ഷപ്പെടുകയാൽ, ആത്മജയ്, അവളുടെ പുത്രൻ സഹിതം, സഹ കൂടെ, കൃഷ്ണായ, ദ്രൗപദി, പ്രയാണ, അതിലംഘിക്കുന്നു, അഭിമുഖമായി, ശ്രീകൃഷ്ണ ഭഗവാന്, ഇതം, ഇപ്രകാരം, അഹ, കഥിച്ചു, വൃഥ, കുന്തി, സതി, ഭഗവാന് പൂർണ്ണമായും സമർപ്പിച്ച നിർമ്മല ഭക്ത. വിവർത്തനം ഭാവാർത്ഥം ശ്രീലപ്രഭുപാദ കീ ജയ്. വിവർത്തനം: അപ്രകാരം ബ്രഹ്മശാസ്ത്ര തേജസ്സിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട ഭഗവാന്റെ പരിശുദ്ധ ഭക്തിയായ കുന്തിദേവിയും അവളുടെ 5 പുത്രന്മാരും ദ്രൗപദിയും ഭവനത്തിലേക്ക് പോകാനൊരുങ്ങി നിൽക്കുന്നു. ഭഗവാനെ ഇപ്രകാരം അഭിസംബോധന ചെയ്തു. ഭാവാർത്ഥം: ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശുദ്ധഭക്തിയുത സേവന ഹേതുവാൽ കുന്തിദേവിയെ ഇവിടെ പരിശുദ്ധിയായി വർണ്ണിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള പ്രാർത്ഥനയിൽ അവളുടെ മനസ്സിനെ ഇവിടെ തുറന്നു കാട്ടിയിരിക്കുന്നു. ഒരു ശുദ്ധഭക്തൻ ഏത് ആപൽഘട്ടത്തിലും രക്ഷയ്ക്കായി ഭഗവാനെ അല്ലാതെ മറ്റൊരു ദേവനെയും അഭയം പ്രാപിക്കുകയില്ല. പാണ്ഡവരുടെ സമ്പൂർണ്ണ കുലത്തിൻ്റെയും സവിശേഷമായ ലക്ഷണമാണിത്. അവർക്ക് കൃഷ്ണനെ ഒഴികെ മറ്റാരെയും അറിയില്ല. ആകയാൽ ഭഗവാൻ ഏത് പരിതസ്ഥിതിയിലും സർവപ്രകാരത്തിലും അവരെ രക്ഷിക്കാൻ സദാ സന്നദ്ധനായിരിക്കുന്നു. ഭഗവാന്റെ അതീന്ദ്രിയ സ്വഭാവമാണിത്. ഭക്തന്റെ ആശ്രയത്തിന് പരസ്പര പൂരകമായി ഭഗവാൻ പ്രവർത്തിക്കുന്നു. ആകയാൽ അപൂർണരായ ജീവാത്മാക്കളുടെ അല്ലെങ്കിൽ
ദേവന്മാരുടെ സഹായം പ്രതീക്ഷിക്കരുത്. തൻ്റെ ഭക്തരെ സംരക്ഷിക്കുവാൻ സർവദാ സമർത്ഥനായ ഭഗവാനിൽ നിന്നും എല്ലാവിധ സഹായവും നിശ്ചയമായും പ്രതീക്ഷിക്കാം. അത്തരം ഒരു പരിശുദ്ധ ഭക്തൻ ഭഗവാനോട് ഒരിക്കലും സഹായം ആവശ്യപ്പെടാറില്ല. എന്നാൽ ഭഗവാൻ സ്വ ഇച്ഛയാൽ സദാ ഭക്തരെ സഹായിക്കാനായി ഉത്സുകനായിരിക്കുന്നു. ഓമജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജലശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ഗുരുവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാതൽപകരൂപച്ഛ കൃപാസിന്ധൂപയപചയ പതീതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമാവോം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ഹേ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമാവോം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ സുമേഷാരീതിനാമിനി നമോ കൃപാകരനിക പ്രേമമൂർത്തി കൃപാകരനെ ഗൗരദേശ വികാസാത്ത ഉത്തമഭക്തി വർഷമേ. ഹരേ കൃഷ്ണ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ ഈ ഭാഗവതത്തിലെ ഈ പറയുന്ന അധ്യായം, ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് കുരുക്ഷേത്ര യുദ്ധ ഭൂമിയാണ്. അന്നേരം കുരുക്ഷേത്ര യുദ്ധം ഏതാണ്ട് അവസാനിച്ച ഒരു സമയത്താണ് ഈ ശ്ലോകത്തിൻ്റെ ഉറവിടം. ഏതാണ്ട് എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. എല്ലാവരുമൊക്കെ മരിക്കാനുള്ളവർ മരിച്ചു, പരുക്ക് പറ്റിയവരെല്ലാം ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഒഴിഞ്ഞു പോയി. അതാണ്ട് കുരുക്ഷേത്ര യുദ്ധഭൂമി ഏതാണ്ട് വെറുതെ ഒരു തരിശായി കിടക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് തൻ്റെ ദൗത്യം, ശ്രീ കൃഷ്ണ ഭഗവാന്റെ ദൗത്യം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ആ പൂർത്തിയായ അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തം ധാമം ദ്വാരകയിലേക്ക് പോകാനായിട്ട് തയ്യാറായിരിക്കുന്ന അവസരമാണ്. ഇതിനിടയ്ക്ക് അശ്വത്ഥമാവ് അയച്ച ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശക്തിയെ നിർവീര്യമാക്കാൻ ഭഗവാൻ സുദർശനം പ്രയോഗിച്ചു. അതുകൂടാതെ ഉത്തരയുടെ ഗർഭത്തിൽ വളർന്ന പരീക്ഷത്തിനെ രക്ഷിക്കാനായി ഭഗവാൻ തൻ്റെ സ്വശക്തിയാൽ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിക്കാനായി അതിനു ചുറ്റും ഒരു വലയം തന്നെ സൃഷ്ടിച്ചു. ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശക്തിയെ പരിപൂർണമായും ഭഗവാൻ നിർവീര്യമാക്കി. കുന്തിദേവിയും മക്കളും ദ്രൗപദിയും എല്ലാം ഭഗവാനെ യാത്ര അയക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ശുദ്ധ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുന്തിദേവിയെ ഇവിടെ പരിശുദ്ധയായി വർണ്ണിച്ചിരിക്കുന്നു. ഒരു ശുദ്ധ ഭക്തൻ ആപൽഘട്ടം വരുമ്പോൾ ആശ്രയത്തിനായി ഭഗവാനെ മാത്രമേ വിളിക്കാറുള്ളൂ, മറ്റൊരു ജീവാത്മനെയും വിളിക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ ജീവാത്മാവ് പൂർണ്ണനല്ല. ജീവാത്മാവിന് ഒരുപാട് പരിമിതികളുണ്ട്, അത് അപൂർണമാണ്. എന്തൊക്കെയാണ് ആ പരിമിതികൾ അല്ലെങ്കിൽ എന്ന് നമുക്ക് നോക്കാം. പരിമിതമായ ഇന്ദ്രിയങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഇന്ദ്രിയങ്ങൾ പരിമിതമാണ്, അതുമല്ല അത് അപൂർണങ്ങളുമാണ് ഇന്ദ്രിയങ്ങൾ. നമുക്ക് തന്നെ കണ്ണിൻ്റെ കാഴ്ച തന്നെ എടുക്കാം. കണ്ണിൻ്റെ കാഴ്ചയിൽ ഒരു ദൂരപരിധി കഴിഞ്ഞ് ചെറിയ വസ്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ വളരെ ദൂരെയുള്ള ഒരു വസ്തുവിനെ കാണാനും വ്യക്തമായി കാണാനും നമുക്ക് സാധിക്കുകയില്ല. ശബ്ദത്തിൻ്റെ കാര്യം എടുത്താലും ഇത് തന്നെയല്ലേ അവസ്ഥ. താഴ്ന്ന ശബ്ദ തരംഗങ്ങളെ നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. അതുപോലെ വളരെ ഭയാനകമായ അതികഠിനമായ ശബ്ദം നമ്മുടെ കേൾവി ശക്തിയെ തന്നെ നശിപ്പിക്കും.
ഈ പരിമിതമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആർജിക്കുന്ന അറിവിനും പരിമിതികളുണ്ട്. ഇത്തരം ഇന്ദ്രിയങ്ങളുടെ സഹായത്താൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ബുദ്ധിയും പരിമിതമാണ്. അതുകൊണ്ട് ആശ്രയത്തിനായി ഒരു ജീവാത്മാവിനെ സമീപിക്കുന്നത് ഒരു ബുദ്ധിപരമായ കാര്യമല്ല. ഇനി ദേവന്മാരുടെ സഹായം നമ്മൾ ലഭിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാലോ? ദേവന്മാരുടെ സഹായം ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. കാരണം ദേവന്മാർക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകൾ അവരുടെ സ്വന്തമല്ല. ആ കഴിവുകൾ ഭഗവാനിൽ നിന്ന് തന്നെ നൽകിയിരിക്കുന്നതാണ്. പ്രകൃതിയെ നിയന്ത്രണത്തിൽ നിർത്തുന്നതിനും അതനുസരിച്ചുള്ള ചുമതലകൾ നിറവേറ്റുന്നതിനുമായിട്ടാണ് ഈ ശക്തികളെ ദേവന്മാർക്ക് നൽകിയിരിക്കുന്നത്. ഏത് നിമിഷവും അത് തിരിച്ചെടുക്കുന്നതിനും ഭഗവാന് സാധിക്കും. എന്നാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ആലോചന വരാം. കാരണം ഭഗവാന് പരമദിവ്യോത്തമ പുരുഷനാണ്, ഇന്നത്തെ സുപ്രീം കൺട്രോളറാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാന് തന്നെ നേരിട്ട് ഈ പ്രകൃതി ശക്തികളെയൊക്കെ നിയന്ത്രിച്ചാൽ പോരെ? ഇതിൽ ഓരോ ദേവന്മാർക്കും ദേവിമാർക്കും ഒക്കെ ഇങ്ങനെ ചുമതല കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം. പക്ഷേ ഭഗവാന്റെ ദാസന്മാരാണ് ദേവീ ദേവന്മാരും മറ്റു ജീവാത്മാക്കളും അല്ല. എന്നാൽ അവർക്ക് ഓരോ സേവനത്തിനുള്ളത് ഒന്ന് വഴികാട്ടാനായിട്ട്, സേവനത്തിൽ ഏത് രീതിയിലുള്ള സേവനം നൽകണമെന്ന് ഒരു വഴികാട്ടാനായിട്ടാണ് പ്രധാനമായിട്ടും ഇവരെ തന്നെ ഓരോ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഏൽപ്പിക്കുന്ന സമയത്ത് അവർക്ക് ഉത്തരവാദിത്വ ബോധം ഉണ്ടാവുകയും അതനുസരിച്ച് ഭഗവാനുള്ള കൂറിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം എന്നാണ് ഭഗവാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ തന്നെ പരമദിവ്യോത്തമ പുരുഷനാണ് സുപ്രീം എൻജോയർ എന്ന് പറയുന്നുണ്ട്. എന്നാൽ എല്ലാ ആസ്വാദനത്തിൻ്റെയും പരമോന്നത നിലയിലുള്ള ആളാണ് ഭഗവാൻ. അങ്ങനെ താൻ തന്നെ എല്ലാ ജോലിയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് എന്താണ് ഒരു ആസ്വാദനമുള്ളത്? നമുക്ക് തന്നെ അറിയാം. നമ്മളൊരു വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ തന്നെ ഏറ്റെടുത്ത് ആരും ഒന്നും ചെയ്യണ്ട, എടുത്ത് ചെയ്യാം എന്ന് നമ്മൾ വിചാരിച്ചിരുന്നാൽ നമ്മൾ 1-2 ദിവസം കഴിയുമ്പോൾ നമ്മൾ വല്ലാതെയാവും. കാരണം നമുക്ക് അതിനകത്ത് യാതൊരു താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ചെയ്ത ജോലി അതേപോലെ ചെയ്ത് മടുക്കും. അപ്പം അതുകൊണ്ട് കൂട്ടായി ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ ആസ്വാദനം ഉണ്ടാവുകയും ചെയ്യും. ആ ജോലികൾ കുറച്ചും കൂടെ കൃത്യമായിട്ടും നന്നായിട്ടൊക്കെ ചെയ്യാനും സാധിക്കും. നമ്മുടെ ഈ സത്സംഗത്തിൻ്റെ തന്നെ ഉദ്ദേശവും തന്നെ അതല്ലേ? സത്സംഗം ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ നമുക്ക് പല രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ മാറ്റാനും കുറച്ചും കൂടെ ഊർജ്ജസ്വലതയായിട്ട് ഭഗവാനെ സേവിക്കാനും ഒക്കെ സാധിക്കുന്നത്. നമ്മൾ സത്സംഗത്തിൽ നിന്ന് മാറി നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മൾ താമസിയാതെ തന്നെ ഇതിൽ നിന്നെല്ലാം വിട്ടുപോകാനും സാധ്യതയുണ്ട്. അതുപോലെ ഭഗവാന് ഈ ദേവീദേവന്മാരെയും ഒക്കെ അതിനുള്ള അനുയോജ്യമായ ആൾക്കാരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. നമുക്കറിയാം, നമുക്കൊരു ഗ്ലാസ് അല്പ വെള്ളം എടുത്ത് വെളിയിൽ വെച്ചിരിക്കും, ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അല്പം കഴിഞ്ഞ് ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ഈ വെള്ളം കാണണമെന്നില്ല അവിടെ. കാരണം എന്താണ്? ഇത് ഈ വായുവായിട്ട് സമ്പർക്കത്തിൽ അത് ബാഷ്പീകരിച്ച് അപ്രത്യക്ഷമാകും. ഈ അപ്രത്യക്ഷമാകുന്ന ജലം അത് നീരാവിയായിട്ട് പോവും. പക്ഷേ നീരാവിയായിട്ട് അവിടെ നിൽക്കുന്ന ജലത്തിന് അവിടെ തന്നെ നിന്നാലും പോവും. അതിന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണ്ടേ? അതിന് കാറ്റിൻ്റെ സഹായം വേണം. കാറ്റിൻ്റെ സഹായത്താൽ ഇത് നീരാവി ആകാശത്ത് മാർഗേ പോയി ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് തണുത്ത അന്തരീക്ഷത്തിൽ വന്ന് ഘനീഭവിക്കുമ്പോൾ അത് മഴയായിട്ട് വരും. എന്നാൽ മഴയായി നിയന്ത്രിക്കാനും ഒരു ദേവൻ വേണമല്ലോ. അതാണ് ഇന്ദ്രൻ. മഴയുടെ ദേവനാണ് ഇന്ദ്രൻ. ഇതുപോലെ ചൂടിനെയും അഗ്നിയെയൊക്കെ നിയന്ത്രിക്കുന്ന അഗ്നിദേവൻ. അതുപോലെ ഓരോ ദേവന്മാർക്കും ഓരോരോ ജോലികൾ കൊടുത്ത് ആണ് ഒട്ടിക്കുന്നത്. അതനുസരിച്ചാണ് ഈ ലോകത്തിലെ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. ഇതിനെന്തെങ്കിലും താളം തെറ്റുമ്പോൾ ആണ് പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന സാധ്യതയുണ്ടാകും. അങ്ങനെ ദേവീദേവന്മാർക്ക് കൊടുത്തിരുന്ന ചുമതലകൾ ദേവീദേവന്മാർ നേരെ ചെയ്യാതെ അത് ഉഴപ്പുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത് വിഘാതമായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഭഗവാൻ തീർച്ചയായിട്ടും അവർക്ക് പണിഷ്മെന്റ് കൊടുക്കും, അവർക്ക് ശിക്ഷ കൊടുക്കും. ഈ സമയത്ത് ഒരു കാര്യം പറയുന്നത്, ശ്രീ ബ്രഹ്മാവിന് ഇത് ഒരു
അബദ്ധം പറ്റിയതിനെക്കുറിച്ചൊന്ന് പറയാം. ബ്രഹ്മാവ് ചെയ്ത ഒരു കാര്യം പറയാം. സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ആമ്പാടിയിൽ കണ്ണനായിട്ട് നിൽക്കുന്ന അവസരത്തിൽ, കണ്ണനായിട്ട് ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്ന ആ സമയത്തുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം എന്നും രാവിലെ തന്നെ ഗോക്കളെയും കൊണ്ട് വൃന്ദാവനത്തിലെ കാടുകളിലേക്ക് പോകും. അതൊരു കാഴ്ച തന്നെയാണ്. വളരെ ഘോഷയാത്രയായിട്ടാണ് അദ്ദേഹം പോകുന്നത്. അത് കാണാൻ തന്നെ ആ വൃന്ദാവനവാസികൾ പലരും റോഡ് സൈഡിലും വഴി സൈഡിലെല്ലാം വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഗോപന്മാർ കാണും, അവരുടെ കൂടെ ഗോപന്മാർ കാണും. അങ്ങനെ വലിയൊരു ഘോഷയാത്ര പോലെയാണ് അദ്ദേഹം കാലികളെ മേയ്ക്കാൻ പോകുന്നത്. അത്രത്തോളം എൻജോയ് ചെയ്ത് അതൊരു വളരെ സന്തോഷകരമായ ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം രാവിലെ പോകുന്നത്. അതുപോലെ തിരിച്ചു വരുമ്പോഴും ഇതേ ഘോഷയാത്ര വരുമ്പം അവിടെയുള്ള ഗോപസ്ത്രീകളും അതുപോലെ ഗോപന്മാരും മറ്റ് വൃന്ദാവനത്തിലെ വ്രജവാസികളും എല്ലാവരും ഇത് കാഴ്ച കാണാനായിട്ട് അവിടെ നിൽക്കും. അന്നേരം ഇത് ശ്രദ്ധയിൽപ്പെട്ട ബ്രഹ്മാവ്, കാരണം ഈ കൊച്ചു പയ്യൻ ആരാണ്, ഇയാൾ എന്തൊക്കെയോ മന്ത്രസിദ്ധികളൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ബ്രഹ്മാവിനൊരു പിടിയും കിട്ടിയില്ല. എന്നാലൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ബ്രഹ്മാവ് ഒരു ദിവസം ഈ ഗോപന്മാരെയും ഈ പശുക്കളെയും എല്ലാം അതേപടി അവിടുന്ന് സ്ഥലത്തു നിന്ന് മാറ്റി അപ്രത്യക്ഷമാക്കി. അപ്രത്യക്ഷമാക്കിയതിന് ശേഷം വേറെ സ്ഥലത്ത് കൊണ്ട് അവർ സ്ഥാപിച്ചു. ഭഗവാൻ പക്ഷേ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലായി, എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ ഭഗവാന് മനസ്സിലായി. ഉടനെ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു, ഈ ഗോവന്മാരെയും ഈ പശുക്കളെയെല്ലാം അതേപടി തന്നെ വീണ്ടും സൃഷ്ടിച്ചിട്ട് അവരെ അവിടെ നിർത്തുന്നില്ല, നേരെ വീടുകളിൽ തന്നെ അവർ അതാത് വീടുകളിൽ തന്നെ ഗോവന്മാരുടെയും പശുക്കളുടെയും വീടുകളിൽ തന്നെ എത്തിച്ചുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് വരികയാണ്. കാരണം സന്ധ്യയായി, ഗോക്കളെ ഒന്നും കണ്ടില്ല, ഗോവന്മാരെ കാണുന്നില്ല, കണ്ണനെയും കാണുന്നില്ല, ആരെയും കാണുന്നില്ല. എന്ത് സംഭവിച്ചു എന്നുള്ളത് ആലോചിച്ച ആൾക്കാർ, ബ്രജവാസികളെല്ലാം വെളിയിലൊക്കെ ഇറങ്ങി നോക്കിക്കൊണ്ടിരിക്കുക. അന്നേരം ഭഗവാൻ കണ്ണൻ അവിടെ വരും. കണ്ണൻ അവിടെ വരുമ്പോഴത്തന്നെ കൂടെ ഗോക്കളുമില്ല, ഗോവന്മാരും ഇല്ലാത്തതുകൊണ്ട് ബ്രജവാസികളെല്ലാവരും കൂടെ കണ്ണനെ ചോദ്യം ചെയ്യും, എവിടെ പോയി, ഇവരെല്ലാം എവിടെ പോയി. അന്നേരം കണ്ണന് ഇതൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം എവിടെ പോയി എന്ന് എനിക്കറിയില്ല. അങ്ങനെ വളരെ വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ആ മുഖത്ത് എങ്ങനെയായിരിക്കും പ്രകടിപ്പിക്കുക എന്ന് കാണാനായിട്ടാണ് ഇന്നത്തെ ഈ അദ്ദേഹത്തിൻ്റെ മന്ത്രസിദ്ധിയൊക്കെ ഒന്ന് എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ കൂടിയാണ് ബ്രഹ്മാവ് ഈ പണി ചെയ്തത്. പക്ഷെ ബ്രഹ്മാവ് വന്ന് നോക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ബ്രഹ്മാവ് വന്ന വൃന്ദാവനത്തിലും അമ്പാടിയിലും എല്ലാം വന്ന് നോക്കിയപ്പോഴെന്ത്, അവിടെ അങ്ങ് ഒരു പ്രശ്നവും കാണുന്നില്ല. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ അവിടെ ഓടിച്ചാടി നടക്കുന്നു. തൊഴുത്തുകളിൽ പോയി നോക്കിയപ്പം അവിടുത്തെ ഗോക്കളെല്ലാം അതുപോലെ അവിടെ നിൽക്കുന്നു, വെള്ളം കുടിക്കുന്നു, ആഹാരം കഴിക്കുന്നു, വളരെ സന്തോഷമായിട്ടാണ് എല്ലാം. പാല് കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നത്, കുട്ടികൾക്ക് പാല് കൊടുക്കുന്നു. അതുപോലെ ഗോവന്മാരെ നോക്കിയപ്പം ഗോവന്മാരെല്ലാവരും ആഹാരം കഴിക്കുന്നു, ചിലർ തലകുത്തനെ അറിയുന്നവരുണ്ട്, കളിക്കുന്നവരുണ്ട്. അതൊന്നും ഒരു പ്രശ്നവുമില്ല, ഭയങ്കര സന്തോഷമായിട്ട് അമ്പാടിയിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. ബ്രഹ്മാവ് ഒരു നിമിഷം ആലോചിച്ചു, ഇതെന്താണ് പറ്റിയത്, എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ഞാനിവരെല്ലാം മാറ്റിയതല്ലേ, പിന്നെങ്ങനെ ഇവരെല്ലാം ഇവിടെ വന്നത്? അത് ഗോവന്മാരുടെ വസ്ത്രങ്ങൾ പോലും വ്യത്യാസമില്ല, അതാത് വസ്ത്രങ്ങളിൽ തന്നെയാണ് അവരിവിടെ കാണുന്നത്. അന്നേരം ഭഗവാൻ ബ്രഹ്മാവിന് മനസ്സിലായി, ഞാൻ ഭയങ്കരമായ ഒരു തെറ്റാണ് ചെയ്തത്. ആ തെറ്റിന് ഉടനെ തന്നെ ഞാൻ ഭഗവാനോട് മാപ്പ് വേണം. ഇത് യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് ബ്രഹ്മാവിന് മനസ്സിലാകുകയും ബ്രഹ്മാവ് ഓടിച്ചെന്ന് ഭഗവാന്റെ പാദത്തിൽ വീഴുകയും ചെയ്തു. പാദത്തിൽ വീണ് മാപ്പിരക്കുകയും ചെയ്തു. ഇതെല്ലാം ഒരു തമാശയായിട്ട് മാത്രം കണ്ടുകൊണ്ടിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന് ഉടനെ തന്നെ മാപ്പ് കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം അതൊരു കാര്യമായിട്ട് എടുത്തതേ ഇല്ല, ഒരു ചെറിയൊരു എൻജോയ്മെൻറ്റ് എന്നല്ലാതെ കഴിഞ്ഞ് കൂടുതൽ പ്രാധാന്യമൊന്നും അദ്ദേഹം അതിന് കൊടുത്തില്ല. അതുപോലെ തന്നെയാണ് ഈ ദേവീദേവന്മാരും പല അബദ്ധങ്ങളും പറ്റും. ചിലപ്പോൾ ചിലർ ഭയങ്കര അഹങ്കാരികളാകും. അധികാരം കിട്ടുമ്പോൾ അഹങ്കാരം തലയ്ക്ക് മൂത്ത് അഹങ്കാരികളാകും. ഇതുപോലെ ഒരു അസുര ചക്രവർത്തിക്ക് ഉണ്ടായ ഒരു കാര്യം പറയാം. അസുര ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഹിരണ്യകശിപുവിൻ്റെ കഥ നമുക്കെല്ലാം അറിയാവുന്നതല്ലേ. പ്രഹ്ലാദ മഹാരാജാവ് പിതാവായിരുന്നു ഹിരണ്യകശിപു. വളരെ ക്രൂരനും തൻ്റെടിയും അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവവുമായിരുന്നു ഹിരണ്യകശിപു.
വിഷ്ണു ഭക്തന്മാരെ നിന്ദിക്കുകയും അവരുടെ യജ്ഞങ്ങൾ മുടക്കുകയും എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഹിരണ്യകശിപുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിനോദം. ആ നാട്ടിൽ ഹരി എന്ന നാമം പോലും ആരും ഉരുവിടാൻ സമ്മതിച്ചിരുന്നില്ല. ഇതിനൊക്കെ ഉള്ള കാരണം എന്തായിരുന്നു? കാരണം ഞാൻ എന്ത് ചെയ്താലും എന്നെ ചോദ്യം ചെയ്യാൻ ആരും വരികയില്ല എന്നുള്ള ഒരു ഉത്തമ വിശ്വാസമാണ് ഹിരണ്യകശിപു ഇങ്ങനെയൊക്കെ കാണിക്കാൻ കാരണം എന്താണ്? അദ്ദേഹത്തിന് വളരെയധികം വരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആരിൽ നിന്നാണ്? ബ്രഹ്മാവിൽ നിന്ന്. ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി ബ്രഹ്മാവിൽ നിന്ന് കുറച്ച് വരങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ആ വരങ്ങൾ? എന്നെ ആരും കൊല്ലാൻ പാടില്ല, എന്നെ ആകാശത്ത് വെച്ചും കൊല്ലാൻ സാധിക്കുകയില്ല, അതുപോലെ തന്നെ ഭൂമിയിൽ വെച്ചും എന്നെ കൊല്ലാൻ സാധിക്കുകയില്ല എന്ന ഒരു വരം. അതുപോലെ തന്നെ പകൽ എന്നെ കൊല്ലാൻ സാധിക്കുകയില്ല, രാത്രിയിലും എന്നെ കൊല്ലാൻ സാധിക്കുകയില്ല. പിന്നെയോ ആയുധങ്ങൾ ഉപയോഗിച്ച് എന്നെ കൊല്ലാൻ സാധിക്കില്ല ഇങ്ങനെയൊക്കെയുള്ള വരങ്ങളാണ് ഹിരണ്യകശിപു ബ്രഹ്മാവിൽ നിന്ന് നേടിയിരിക്കുന്നത്. അത് കാരണം എന്തൊക്കെ വന്നാലും ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള അത്രയും ആ ഒരു അഹങ്കാരം കൊണ്ടാണ് അദ്ദേഹം ഈ വൈഷ്ണവ ഭക്തരെയും മറ്റുള്ളവരെയൊക്കെ ഓടിച്ചു കളയുകയും അവരുടെ യജ്ഞങ്ങളും മറ്റ് പൂജാ പരിപാടികളെല്ലാം എത്തിക്കുകയും അവരുടെ ക്ഷേത്രങ്ങളൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഈ അഹങ്കാരത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു, പ്രദർശനമായിരുന്നു അത്. പക്ഷേ അവസാനം എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാമല്ലോ. രാത്രിയും പകലും അല്ലാത്ത സമയത്ത് ഹിരണ്യകശിപുവിനെ വധിച്ചു. ആയുധങ്ങൾ ഉപയോഗിക്കാതെ വധിച്ചു. നരനോ അല്ല മൃഗവുമല്ലാത്ത ഒരു ജീവിയാണ് ആയിട്ട് വന്നിട്ടാണ് നരസിംഹമൂർത്തി വധിച്ചത്. കാരണം മനുഷ്യൻ്റെ രൂപത്തിലുള്ള ആളിനും കൊല്ലാൻ സാധിക്കില്ല, മൃഗത്തിനും കൊല്ലാൻ സാധിക്കില്ല എന്നുള്ള വരം നേടിയിരുന്നു. മൃഗവുമല്ല മനുഷ്യനും അല്ലാത്ത ഒരു രീതിയിൽ വന്നിട്ടാണ് ഹിരണ്യകശിപു നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിനെ വധിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദേവന്മാരുടെയും ഉപദേവന്മാരുടെയും വരങ്ങളെല്ലാം ഭഗവാന്റെ മുന്നിൽ നിഷ്പ്രഭമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഭഗവാനെ തന്നെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ഒരു ശുദ്ധ ഭക്തൻ ഏത് ആപൽഘട്ടത്തിലും രക്ഷകനായി ഭഗവാനെ അല്ലാതെ മറ്റൊരു ജീവിയെയോ ജീവാത്മനെയോ അല്ലെങ്കിൽ മറ്റൊരു ദേവനെയോ അഭയം പ്രാപിക്കുകയില്ല എന്ന് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നു. ഈ ശ്രീമദ് ഭാഗവതത്തില് 1-ാം അധ്യായത്തിൽ മൂന്നാമത്തെ സ്കന്ധത്തില് 3-ാം അധ്യായത്തിൽ 38-ാമത്തെ ശ്ലോകം, അതിനകത്തൊരു ഭഗവാന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. അതാണ് പറയുന്നത് ശ്രീമദ് ഭാഗവതം. സവേദ ധാതു പദവീ പരസ്യ ദുരന്തവീരസ്യ ഋതാങ്കപാണേ യോ മായയാ സതതായാനുവൃത്ത ഭജത്തെ തൽപാദ സരോജഗന്ധം. ഈ ശ്ലോകം ഇവിടെ ചെല്ലാൻ പറഞ്ഞതിന് കാരണം അതിൻ്റെ ട്രാൻസ്ലേഷൻ കൂടെ വായിക്കാം. അനിയന്ത്രിതവും സന്തതവും പക്ഷഭേദപരവുമായ സേവനം രഥചക്രപാണിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നവർക്ക് മാത്രമേ പ്രപഞ്ചസൃഷ്ടാവിൻ്റെ സർവാതിശയങ്ങളായ സമ്പൂർണ്ണ പ്രവർത്തനങ്ങളെയും ശക്തികളെയും മഹാത്മാക്കളെയും മനസ്സിലാക്കാൻ സാധ്യമാകൂ. ഇവിടെ ഈ ശ്ലോകത്തിലെ രഥാങ്കപാണ എന്ന് പറയുന്നു. ഈ രഥാങ്കപാണ എന്ന് പറഞ്ഞാൽ എന്താണ്? രഥചക്രപാണിയായ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എപ്പോഴാണ് ഈ ഭഗവാനെ സുദർശന ചക്രം നമ്മൾ കയ്യിൽ കാണാറുണ്ട്, പക്ഷേ രഥത്തിൻ്റെ ചക്രം എപ്പോഴാണ് ഭഗവാന്റെ കയ്യിൽ കാണുന്നത്? നമുക്കറിയാം, കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഇതിനകത്ത് ഉണ്ടായ ഒരു രംഗത്തിൽ നിന്നാണ് ഈ രഥാങ്കപാണ എന്ന് വിളിക്കാൻ കാര്യം. ഭഗവാൻ രഥത്തിൻ്റെ ചക്രവും എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഭാഗം ഈ യുദ്ധത്തിൽ ഉണ്ടായി. എന്തെന്നാൽ അക്രമശക്തമായ ബാണങ്ങളെ പ്രതിരോധിക്കാൻ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അർജുനൻ നന്നായി വിഷമിക്കുന്നത് കണ്ട് എങ്ങനെയാണ്
ഭീഷ്മരുടെ ആക്രമണം ഉണ്ടാവുകയാണ്. ഈ ഭീഷ്മർ അന്നത്തെ ദിവസം സാധാരണ രീതിയിലുള്ള ആക്രമണമല്ല, വളരെ ഭ്രാന്തമായ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടു അർജുനെതിരായിട്ട്. വളരെ ഒട്ടും തന്നെ ഒരു അസ്ത്രം ചെയ്തതിന് ശേഷം അടുത്ത അസ്ത്രം വിടുന്നതിന് ഒട്ടും തന്നെ ഒരു വിടവ്, സമയത്തിന് വിടവ് ഇല്ലാത്ത രീതിയിൽ അത്രത്തോളം ഭയങ്കരമായ ആക്രമണമായിരുന്നു. അതുകൊണ്ട് തന്നെ അർജുനന് അത് എല്ലാ അസ്ത്രങ്ങളെയും പ്രതിരോധിക്കാൻ അല്പം വിഷമിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചെറിയ പരുക്കുകൾ ഉണ്ടാകുന്നു, രഥത്തിൽ വന്ന് ചില അസ്ത്രങ്ങൾ വന്ന് കൊള്ളുന്നു. ഇങ്ങനെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനെ നോക്കിയപ്പോൾ അർജുനൻ വളരെ വിഷമിക്കുകയാണ്. അദ്ദേഹം ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ ഭഗവാൻ പെട്ടെന്ന് തന്നെ തൻ്റെ ശപഥം ഉണ്ടായിരുന്നല്ലോ, യുദ്ധഭൂമിയിൽ ഞാൻ ആയുധം എടുക്കുകയില്ല എന്നുള്ളത്, അങ്ങനെയുള്ള ശപഥങ്ങളെല്ലാം തൽക്കാലം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് പെട്ടെന്ന് ചാടി വന്ന് അവിടെ ഒരു രഥം പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ രഥത്തിൻ്റെ ചക്രം വലിച്ചൂരി എടുത്തുകൊണ്ട് ഭീഷ്മരെ അടിക്കാനായിട്ട് ആക്രോശിച്ചുകൊണ്ട് ഭീഷ്മരുടെ മുമ്പിലേക്ക് ഓടിച്ചെല്ലുകയാണ്. പക്ഷേ ഈ രംഗം ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഭീഷ്മർ മനഃപൂർവ്വമാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് എന്നാണ് മനസ്സിലാവുന്നത്. കാരണം എന്തായാലും ഞാൻ യുദ്ധത്തിൽ മരിക്കും, അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ കൈ കൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്നേക്കുമായിട്ട് മുക്തി ലഭിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഭീഷ്മാചാര്യർ ഈ ഒരു കാര്യം ചെയ്തത്. പക്ഷേ അർജുനന്റെ അപേക്ഷയാൽ പെട്ടെന്ന് ഭഗവാൻ അത് ആ ചക്രം ഉപയോഗിച്ച് അദ്ദേഹത്തിനെ ദ്രോഹിച്ചൊന്നുമില്ല, തിരിച്ച് അതുപോലെ രഥത്തിൽ കയറിയിരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ശപഥം മാറ്റിവെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ദൗത്യം ചെയ്യാനായിട്ട് ഭഗവാൻ തീരുമാനിച്ചത്? കാരണം അദ്ദേഹം ഭക്തവത്സലനാണ്. ഭക്തന്മാർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ശരി തന്നെ, അതുവരെ എന്തെങ്കിലും ശപഥങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഭഗവാൻ ആ ഭക്തനെ രക്ഷിക്കാനായിട്ട് പോകും, അല്ലെങ്കിൽ ഭക്തത്തിനെ ആശ്വസിപ്പിക്കാനായിട്ട് പോകും എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു തെളിവാണിത്. ഇവിടെ കണ്ട ഭക്തവത്സലനായ ഭഗവാനെ അല്ലാതെ ആരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്? സ്വന്തം ഭക്തന്മാർക്ക് വേണ്ടി ഏത് ശപഥവും വലിച്ചെറിയാൻ മനസ്സ് കാണിക്കുന്ന പരമദിവ്യൂത്ത പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനല്ലാതെ ആരെയാണ് നമ്മൾ പൂജിക്കേണ്ടത്? നമ്മൾ പരമാത്മ ദിവ്യ പുരുഷോത്തമനായ ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്കുണ്ടാകുന്ന ഭക്തനായ ഒരു ശുദ്ധ ഭക്തന്മാർക്കുണ്ടാകുന്ന ഏത് വിഷമത്തിനെയും അത് മാറ്റും എന്നുള്ളതിന് അടിയുറച്ച ഒരു കാര്യമാണ് ഇത്. ഈ കാര്യങ്ങൾ നമ്മുടെ വേദശാസ്ത്രങ്ങളിലും ഒക്കെ പല സ്ഥലത്തും പറയുന്നുണ്ട്. എപ്പോഴും ഭക്തവത്സലനായ ഭഗവാനെയാണ് നമ്മൾ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുന്തിദേവിയെ സതി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. സതി എന്നാൽ ഭഗവാന് പൂർണ്ണമായും സമർപ്പിച്ച നിർമ്മല ഭക്തയാണ്. ഇത് ദാക്ഷായണിയുടെ ഒരു പേര് കൂടിയാണ്. പതിവ്രത ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൽ നിന്നും പതിവ്രതയായ സ്ത്രീ തൻ്റെ ഭർത്താവിൽ നിന്നും മാത്രമേ സന്തോഷം സ്വീകരിക്കുകയുള്ളൂ, മറ്റൊരു വിധത്തിലുള്ള സന്തോഷവും സ്വീകരിക്കുകയും. ഒരു ഉത്തമ ഭക്തന് അതുപോലെ തന്നെ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത ഒരിക്കലും ഭഗവാനിൽ നിന്ന് വേറിട്ട് ഒരു സന്തോഷം ലഭിക്കുന്നതിന് ശ്രമിക്കുകയില്ല. ഭഗവാൻ ഭക്തന്മാരോട് എന്താണ് പറയുന്നത്? സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ എന്നല്ലേ? എന്നെ മാത്രം ശരണം പ്രാപിക്കൂ എന്ന് ഭഗവാൻ ആവശ്യപ്പെടുന്നു. മറ്റെല്ലാം ഉപേക്ഷിക്കാനും പറയുന്നുണ്ട്. ജീവാത്മാക്കളെല്ലാം പ്രകൃതിയാണ്, ഭഗവാൻ പുരുഷനാണ്, അദ്ദേഹം ജഗന്നാഥനാണ്. ഇവിടെ പതിവ്രത ഭക്തന്റെ 6 ലക്ഷണങ്ങളെപ്പറ്റി ശ്രീല രൂപഗോസ്വാമി പറയുന്നുണ്ട്. അതിലൊന്ന് അനുകൂലസ്യ കൃഷ്ണാനുശീലനം. അനുകൂലസ്യ കൃഷ്ണാനുശീലനം. ഒരു ഭക്തൻ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് ഭഗവാന് അനുകൂലമാണോ എന്ന് നോക്കിയാണ് പ്രവർത്തിക്കുന്നത്. അത് ഭഗവാന് സന്തോഷം നൽകുമോ,
എന്ന് നോക്കിയിട്ട് മാത്രമേ ആ കർമ്മം ചെയ്യുകയുള്ളൂ. 2. പ്രതികൂലസ്യ വർജനം. ഗാന്ധാരിയെ ഒരു പതിവ്രത ഭക്തിയായിട്ടാണ് കരുതുന്നത്. എന്തെന്നാൽ അവരുടെ ഭർത്താവ് ജന്മനാ തന്നെ അന്ധനായിരുന്നു. തൻ്റെ ഭർത്താവിന് കാഴ്ചയില്ല, അതിനാൽ കാഴ്ചയിൽ നിന്നുള്ള സന്തോഷം എനിക്കും വേണ്ട എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് തൻ്റെ കാഴ്ചയെ ജീവിതകാലം മുഴുവൻ മറയ്ക്കുകയും ചെയ്തത്. അങ്ങനെ പ്രതികൂലമായ ഒരു സാഹചര്യത്തെ ഒഴിവാക്കുകയും ചെയ്തു. 3. രക്ഷ ഇച്ഛതി വിശ്വാസ. ഭഗവാൻ എപ്പോഴും എന്നെ സംരക്ഷിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം, അതാണ് ഈ ലക്ഷണം. ദ്രൗപദിക്ക് ധൃതരാഷ്ട്രരുടെ രാജ്യസഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം എന്ന അപമാനമുണ്ടായി. ഇത് ദുര്യോധനും ധൃതരാഷ്ട്രരും എല്ലാം ഇരുന്ന ഒരു സഭയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ദ്രൗപദി തൻ്റെ ഭർത്താക്കന്മാരെ വിളിച്ച് കരയുന്നുണ്ട്. 5 ഭർത്താക്കന്മാരും നിസ്സഹരായി നോക്കുന്നതല്ലാതെ ദ്രൗപദിയെ സഹായിക്കാൻ ചെന്നില്ല. അതേപോലെ ദ്രോണാചാര്യടുത്തും ദ്രൗപദി കേണപേക്ഷിക്കുന്നുണ്ട്. ഭീഷ്മപിതാമഹനായ ഭീഷ്മരടുത്ത് ദ്രൗപദി അപേക്ഷിക്കുന്നു ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട്. പക്ഷേ ആരും തന്നെ ഒന്നും മിണ്ടിയില്ല. അവസാനം രാജാവായ ധൃതരാഷ്ട്രടുത്തും പോകുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒന്നും പറയുന്നില്ല. അതിലും ഈ കൊടിയമായ അപമാനം സഹിക്കാൻ നിവൃത്തിയില്ലാതെ ഒരു കൈ തൻ്റെ മുകളിലുള്ള വസ്ത്രവും രണ്ടാമത്തെ കൈ താഴെയുള്ള വസ്ത്രവും സംരക്ഷിച്ചുകൊണ്ടായിരുന്നു ദ്രൗപദി നിന്നത്. ഇവർക്കൊന്നും എന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല, ഇനി ആർക്കാണ് എന്നെ സഹായിക്കാൻ സാധിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളെന്ന് ദ്രൗപദിക്ക് മനസ്സിലായി. എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ കൈകൊണ്ടുള്ള വസ്ത്രങ്ങളെ എല്ലാം വിട്ടുകളഞ്ഞിട്ട് 2 കൈ മുകളിലോട്ട് ഉയർത്തിക്കൊണ്ട് തന്നെ ഭഗവാനെ ഗോവിന്ദ കൃഷ്ണ എന്ന് വിളിക്കുകയാണ്. എന്നെ രക്ഷിക്കൂ എന്ന് ദ്രൗപദി പറയുന്നു. ഈ അവസരത്തിൽ ആ പറഞ്ഞ നിമിഷത്തിൽ തന്നെ ഭഗവാന് ഒരു അവസാനമില്ലാത്ത സാരിയായിട്ട് അവിടെ അവതരിക്കുകയാണ്. ഇത് എപ്പോഴും എന്നെ സംരക്ഷിക്കാൻ ഭഗവാൻ മാത്രമേ കഴിയൂ എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ നിന്ന് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇപ്പം പറഞ്ഞത്. തൻ്റെ വസ്ത്രത്തിനെ രക്ഷിക്കാനായി 2 കൈയും കൊണ്ട് ശ്രമിച്ചിരുന്ന ദ്രൗപദി ആ ശ്രമം ഉപേക്ഷിച്ചു. ആ 2 കൈ മുകളിലേക്ക് ഉയർത്തി ഭഗവാനെ രക്ഷയ്ക്കായി വിളിക്കുകയാണ്. കാരണം അതുവരെ ഓരോരുത്തരെയും വിളിക്കുമ്പോഴും സ്വയം രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് വിളിച്ചത്. കാരണം ഈ രക്ഷകനായി വരുന്ന ആളുടെ ഒരു 100% വിശ്വാസം ദ്രൗപദിക്ക് ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ നേരെ മറിച്ച് 2 കൈയും ഉയർത്തിയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ ഗോവിന്ദ രക്ഷിക്കൂ എന്ന് വിളിച്ചത്. ഈ വിളിച്ച മാത്രത്തിൽ തന്നെ ഭഗവാന് അത് ആ സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇനി 4-ാമത്തെ ലക്ഷണം, ഭഗവാൻ ശ്രീകൃഷ്ണനെ തൻ്റെ രക്ഷകനായും നാഥനായും സ്വീകരിക്കുന്ന ഒരേ ഒരു രക്ഷകനായിട്ട് മാത്രമാണ് കാണുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ തൻ്റെ രക്ഷകനായും നാഥനായും സ്വീകരിക്കുന്നു. ഒരേ ഒരു രക്ഷകനായിട്ട് മാത്രമാണ് ഭഗവാനെ കാണുന്നത്. ഇതിൻ്റെ ഒരു ഉദാഹരണം, ദുർവാസമുനിയും ശിഷ്യന്മാരും കൂടി ഒരു ഏകാദശി ദിവസം അംബരീഷ് മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. ഈ ദുർവാസമുനിയെക്കുറിച്ച് പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ, പല കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്. ദുർവാസമുനി ഭയങ്കര ക്ഷിപ്രമായ കോപമുള്ളതാണ്, വളരെ മുൻകോപിക്കാരനാണ്. അദ്ദേഹത്തിന് കുറച്ച് മന്ത്രസിദ്ധികളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ശപിക്കുന്നതിനും ഒട്ടും പഞ്ഞം കാണിക്കാറില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് എന്തെങ്കിലും അദ്ദേഹത്തിന് പ്രീതിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാവർക്കും പേടിയാണ്. അദ്ദേഹം വരുന്നതെന്ന് അറിയുമ്പം തന്നെ ആൾക്കാരെല്ലാം അവിടെ നിന്ന് സ്ഥലം വിടും. ഇതുപോലെ ഈ ദുർവാസാവും പരിവാരങ്ങളുമായിട്ടാണ് അംബരീഷ് മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിയത്.
ഏകാദശി ആയിരുന്നതിനാൽ എന്നാൽ തൊട്ടടുത്തുള്ള നദിയിൽ പോയി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ദുർവാസാവും ശിഷ്യന്മാരും കുളിക്കാനായി പോയി. ഒരു കൊട്ടാരത്തിൽ അവർക്കുള്ള ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കി. പക്ഷേ ഏകാദശി ദിവസമാണെങ്കിൽ പാരണം ചെയ്യണമല്ലോ, പാരണത്തിനുള്ള സമയമായിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചിരുന്നവരും പക്ഷേ സമയം പോയിട്ടും ദുർവാസോമുനിയും അവരുടെ ശിഷ്യന്മാരെ ഒന്നും തിരിച്ച് എത്തിയില്ല, സമയത്തെത്തിയില്ല. അന്നേരം അംബരീഷ മഹാരാജാവ് വിഷമിച്ച് തൻ്റെ മുതിർന്ന ബ്രാഹ്മണരോട് അഭിപ്രായം ചോദിച്ചു എന്ത് വേണമെന്നുള്ളത്. പാരണം ചെയ്തു കഴിഞ്ഞാൽ ദുർവാസാമുനിയാണ്, ദുർവാസാമുനി ശപിക്കുമെന്നറിയാം. പക്ഷേ ആ പാരണ സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ ഭഗവാനെ നിന്ദിക്കുന്നതിനും തുല്യമാകും. എന്ത് വേണമെന്നുള്ള ഒരു സംഘർഷം അംബരീഷ് മഹാരാജനുണ്ടായി. തൻ്റെ മുതിർന്ന ബ്രാഹ്മണ ഭക്തന്മാരോട് ചോദിച്ചപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞത് അല്പം വെള്ളം കുടിച്ചോളൂ, കാരണം അത് ഭക്ഷണമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് അല്പം വെള്ളം എടുത്ത് പാരണ സമയത്ത് തന്നെ ഉപയോഗിക്കുവാൻ പറഞ്ഞു. അതനുസരിച്ച് മഹാരാജാവ് അല്പം വെള്ളം കുടിച്ചിട്ട് പാരണം നിർവഹിക്കുകയും ചെയ്തു. ഇത് ഉടനെ മനസ്സിലാക്കിയ ദുർവാസാ മുനി വളരെയധികം കോപിഷ്ഠനായി. കാരണം ഇത്രയും അഹങ്കാരിയായ ഒരു രാജാവ് ഞാൻ അല്പനേരം താമസിച്ചു എന്ന് കരുതി ഞാൻ വരുന്നവരെ കാത്തിരിക്കാതെ ആ സമയത്ത് പാരണം ചെയ്തതിൽ ദുർവാസാ മുനിക്ക് ഭയങ്കരമായ കോപവും ഉണ്ടായി. എന്നെ കളിയാക്കുകയാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് തോന്നിയത്. അദ്ദേഹം തൻ്റെ മന്ത്രശക്തിയാൽ ഒരു ഭീകരജീവിയെ ഉടനെ സൃഷ്ടിക്കുകയും ആ ഭീകരജീവിയെ ദുർവാസാ മുനി അംബരീഷ് മഹാരാജാവിനെതിരായിട്ട് വിടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇതറിഞ്ഞ അംബരീഷ് മഹാരാജാവ് തന്നെ രക്ഷിക്കാനായിട്ട് യാതൊന്നും ചെയ്യാൻ ശ്രമിച്ചില്ല. അതിനെ തിരിച്ചാക്രമിക്കാനോ അതിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും പ്രതിരോധം ചെയ്യാനോ ഒന്നും തന്നെ അംബരീഷ മഹാരാജാവ് ഒരു തീരുമാനവും എടുത്തില്ല. അദ്ദേഹം വെറുതെ അങ്ങനെ നിൽക്കുകയായിരുന്നു. അദ്ദേഹം വിചാരിച്ചത് ഈ ഭീകരജീവിയിൽ നിന്നാണ് എനിക്ക് മരണം ഉണ്ടാവുന്നതെന്ന് ഭഗവാൻ ചിന്തിക്കുകയാണെങ്കിൽ, ഭഗവാൻ അങ്ങനെയാണ് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോളട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. അതല്ല ഈ ഭീകരജീവിയിൽ നിന്ന് എന്നെ രക്ഷിക്കാനാണ് ഭഗവാന് തീരുമാനമുണ്ടെങ്കിൽ അത് അങ്ങനെയും ആയിക്കോട്ടെ, ഇതിൽ രണ്ടിലും എനിക്ക് യാതൊരു പങ്കുമില്ല, എല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെ നടക്കട്ടെ എന്ന് ഉള്ള ഒരു ചിന്തയിലാണ് അംബരീഷ് മഹാരാജാവ് ഒരു വിധത്തിലുള്ള പ്രതിരോധത്തിനും പോകാത്തത്. പക്ഷേ അല്പം കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാമല്ലോ. ദുർവാസാ മുനിയുടെ പുറകെ വരുന്ന സുദർശന ചക്രത്തിനെ ഭയന്ന് ദുർവാസാ മുനി ആരുടെ അടുത്തൊക്കെ പോയി, ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി, ശിവന്റെ അടുത്ത് പോയി, അവസാനം എവിടെയും നിവൃത്തിയില്ലാതെ വന്നിട്ട് ഭഗവാന്റെ അടുത്ത് തന്നെ പോയി നേരിട്ട്. അന്നേരം ഭഗവാൻ എന്താണ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഈ ഭഗവാൻ അങ്ങനെ തന്നെ സഹായിക്കാത്തതെന്നും കൂടെ ഇതിൽ നിന്ന് മനസ്സിലാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അഹം ഭക്ത പരാധീന അഹം അസ്വതന്ത്ര. ഇവിടെ ഭഗവാന്റെ അടുത്ത് ചെന്നപ്പോഴത്തേന് ദുർവാസാ മുനി പറഞ്ഞു, എനിക്ക് അങ്ങയെ സഹായിക്കാനൊന്നും സാധിക്കുകയില്ല. താങ്കൾ എൻ്റെ മഹാഭക്തനായ അംബരീഷ് മഹാരാജാവിൻ്റെ പാദത്തിൽ അഭയം പ്രാപിക്കൂ എന്നാണ് ദുർവാസാ മുനിയോട് ഭഗവാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് സഹായിക്കാൻ സാധിക്കാത്തതെന്നും ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അഹം ഭക്തപരാധീന അഹം അസ്വതന്ത്ര. ഞാൻ ഭക്തരുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. എനിക്ക് അവരെ വിട്ടിട്ട് ഒരു സ്വാതന്ത്ര്യവുമില്ല. എനിക്ക് ഒന്നും ചെയ്യാനും സാധിക്കുകയില്ല. കാരണം എൻ്റെ ഹൃദയത്തിൽ ഭക്തന്മാർ ഇരിക്കുകയാണ്. അവരാണ് എന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അവരെ മാറ്റിവിട്ടിട്ട് ഒന്നും ചെയ്യാനും സാധിക്കുകയില്ല, ഹൃദയത്തിൽ നിന്നെടുത്ത് കളയാനും സാധിക്കുകയില്ല. അതുകൊണ്ട് താങ്കൾ എൻ്റെ മഹാഭക്തനായ അംബരീഷ് മഹാരാജാവിൻ്റെ പാദത്തിൽ അഭയം പ്രാപിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അഞ്ചാമത്തെ ലക്ഷണം ആത്മനിക്ഷേപ. ഇത് ഒരാളെ മൊത്തത്തിൽ തന്നെ
സമർപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരാളെ ആ വ്യക്തിയെ ആത്മാവായാലും ശരി തന്നെ, ശരീരമായാലും എന്തായാലും എല്ലാം ഉൾപ്പെടെ മറ്റൊരാൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു മനോഭാവമാണ് ആത്മനിക്ഷേപം. ഇത് ഇതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് രുക്മിണി മാതാജി. രുക്മിണി മാതാജി ഭഗവാൻ കൃഷ്ണനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ കേട്ടറിഞ്ഞുകൊണ്ട് രുക്മിണി ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മറ്റ് വിവാഹ ആരാധനകൾ പലതും വരുന്നുണ്ട്. രുക്മിണി മാതാജിയുടെ സഹോദരനായ രുക്മി മറ്റ് ഏതോ ഒരു ആലോചനയായിട്ട് വരികയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഈ സമയത്ത് മറ്റാരെയും തന്നെ രുക്മിണി ദേവിക്ക് വിവാഹം ചെയ്യാൻ യാതൊരു താല്പര്യവുമില്ല. ഈ സന്ദർഭത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് ഒരു ദൂതനെ വിടുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് എന്നെ നേരിട്ട് വന്ന് എന്നെ തട്ടിക്കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ദൂതനെ അയക്കുകയുണ്ടായി. തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ഭഗവാനോട് തന്നെ നേരിട്ട് പറയാനായിട്ട് ദൂതനെ അയച്ച്, അങ്ങനെ അത് ഭഗവാൻ വന്ന് രുക്മിണി ദേവിയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇത് ആത്മനിക്ഷേപ എന്ന ഒരു ലക്ഷണത്തിൻ്റെ ഒരു പ്രത്യക്ഷ ഒരു ഉദാഹരണമാണ്. ആറാമത്തെ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണം എന്ന് പറയുന്നത് കാർപ്പണ്യ എന്നാണ് ഇവിടെ പറയുന്നത്. കാർപ്പണ്യ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അത് വെരി മീക്ക് ആൻഡ് ഹംബിൾ എന്നാണ്. വിനയമുണ്ട്, അതേപോലെ തന്നെ വളരെ സോഫ്റ്റായിട്ട് സംഭാഷണം നടത്തുന്ന ആളും, അത് ഏറ്റവും വിനയത്തോടുകൂടി നടത്തുന്ന ആളാണ് കാർപ്പണ്യ. വളരെ വളരെ സൗമ്യമായ സംസാരവും വിനയവുമാണ് ഈ ലക്ഷണം. ഇത് ഏറ്റവും കൂടുതൽ ചേർന്നത് നമ്മുടെ മഹാത്മാവായ ശ്രീല പ്രഭുപാദർക്ക് തന്നെ എന്നാണ് ഇവിടെ പറയുന്നത്. എന്തെന്നാൽ he used to call himself as the most insignificant beggar എന്നാണ് പറയുന്നത്. ഈ യാചകന്മാരിൽ ഏറ്റവും കുറഞ്ഞ യാചകനായിട്ടാണ് ശ്രീല പ്രഭുപാദർ തന്നെ വിശേഷിപ്പിക്കുന്നത്. He used to call himself as the most insignificant beggar. ജനങ്ങൾ ശ്രീല പ്രഭുപാദരെ ഇസ്കോണിൻ്റെ സ്ഥാപകാചാര്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉടൻ തന്നെ അതിനെ നിരാകരിച്ചുകൊണ്ട്, ഞാനല്ല, ചൈതന്യ മഹാപ്രഭുവും ഗോസ്വാമിമാരും തൻ്റെ ഗുരുവായ ഭക്തിസിദ്ധാന്ത സ്വാമിമാരുമാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത് എന്ന് പറയും. അതുകൂടാതെ ഞാൻ ഗുരുവിൻ്റെ വെറും ഒരു ദാസൻ മാത്രമാണ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനോഭാവം. ഒരു പരിശുദ്ധ ഭക്തൻ അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തയുടെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത്. ശ്രീല രൂപഗോസ്വാമിയുടെ കണ്ടെത്തലുകളാണിത്. അദ്ദേഹത്തിൻ്റെ ഭക്തിരഥാർത്ഥ സിന്ധു എന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായി ഇതെല്ലാം പറയുന്നുണ്ട്. നമ്മൾ ഒന്ന് സ്വയം വിശകലനം ചെയ്താൽ നമ്മുടെ തലം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാകും. ഉത്തമ ഭക്തി എങ്ങനെയായിരിക്കണമെന്നും ശ്രീല രൂപഗോസ്വാമിയുടെ ഉപദേശാമൃതത്തിൽ ഇങ്ങനെ പറയുന്നു: ഉത്തമ ഭക്തി അല്ലെങ്കിൽ നിഷ്കാമ ഭക്തിയും സേവനവും പരമദിവ്യോത്തമ പുരുഷന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ആയിരിക്കണം. അത് എല്ലാ തരത്തിലും മറ്റു ലക്ഷ്യങ്ങളോ സ്വാർത്ഥ താല്പര്യമോ പരസിദ്ധിക്കായിട്ടുള്ളതോ അവ്യക്ത ജ്ഞാനത്തിലേക്കുള്ളതോ ആകരുത് എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ അവ്യക്തമായ ജ്ഞാനങ്ങൾക്കോ ഒന്നും തന്നെ ഭഗവാനെ സമീപിക്കാൻ പാടില്ല. അങ്ങനെ സമീപിക്കുന്ന ആള് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ഭക്തിയുത സേവനത്തിൽ പെടുന്നതല്ല. അതൊക്കെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ മാത്രമായിട്ടേ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു ഭക്തൻ സ്വന്തം താല്പര്യത്തിന് അനുയോജ്യമായ രീതിയിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരിക്കലും ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. അതെല്ലാം തന്നെ ഭഗവാൻ നേരിട്ട് മനസ്സിലാക്കി എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഭഗവാൻ അറിയാം. അതുകൊണ്ട്
ആ ഒരു സ്വാർത്ഥ ലക്ഷ്യങ്ങളോ താല്പര്യങ്ങളോ ഫലസിദ്ധിക്കായിട്ടുള്ള ആരെങ്കിലോ ആയിട്ട് ഭഗവാനെ സമീപിക്കാൻ പാടില്ല എന്നാണ് ശ്രീല ഗുരു സ്വാമി പറയുന്നത്. അതിനെ അങ്ങനെയുള്ള കാര്യത്തിന് ഉത്തമ ഭക്തി എന്ന് പറയാൻ സാധിക്കില്ല. ഉത്തമ ഭക്തി എപ്പോഴും നിഷ്കാമ ഭക്തിയുത സേവനമാണ്. കാരണം ഇതിനകത്തുനിന്ന് യാതൊന്നും തന്നെ എനിക്ക് നേടാനില്ല, എനിക്ക് ആവശ്യവുമില്ല. എനിക്ക് എപ്പോഴും തന്നെ ഭഗവാനെ യാതൊരു നിഷ്കാമമായി, പ്രത്യേകിച്ച് ഒരു ഡിസയറും ഇല്ലാത്ത രീതിയിൽ ഭഗവാനെ സേവിക്കാനാണ് ഒരു ഉത്തമ ഭക്തൻ എപ്പോഴും ശ്രമിക്കേണ്ടത്. അതിന് പരമദിവ്യത്വ പുരുഷന് ഏറ്റവും അനുയോജ്യമായ രീതിയിലായിരിക്കണം അത്. ഇതാണ് ഇവിടെ ശ്രീല ഗുരുസ്വാമി ഇത് പറയുന്നത്. ഈ കാര്യം അക്ഷരം പ്രതി പാലിക്കുകയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഉത്തമ ഭക്തിയിലേക്ക് ഉയരാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ സംഭാഷണം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. എല്ലാ വൈഷ്ണവ ഭക്തന്മാർക്കും എൻ്റെ പ്രണാമം. എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ സഹായിക്കണം എന്നുകൂടി അപേക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ. हरे कृष्ण माता जी. हरे कृष्ण प्रभु जी. हाँ हरे कृष्ण प्रभु. हाँ माता जी. Oh, thank you प्रभु, thank you so much. പ്രഭു ഇന്ന് വേറൊന്നുമില്ല പ്രഭു, നമ്മുടെ കൃഷ്ണമാറ്റിയുടെ സർജറി ആണ് ഇന്ന്. അപ്പൊ എല്ലാ ഡിവോട്ടീസും മാതാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാം കണക്ട് ചെയ്ത് പറഞ്ഞ കാരണം ഞങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തത വന്നു ഓരോ കാര്യം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്ദി പ്രഭുജി. നല്ല മനോഹരമായ ക്ലാസ്സിന് വളരെ നന്ദി പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ ക്ലാസ് ഒക്കെ വളരെ നന്നായിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട് പ്രഭുജി. ദയവായി വന്നാലും ഭഗവത്ഗീത ക്ലാസ്സിനും പ്രഭു മുന്നോട്ട് വന്നാലും പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്ദി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ക്ലോസ് ചെയ്തോട്ടെ പ്രഭു? ചെയ്യാം മാതാജി. താങ്ക് യു മാതാജി. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ ഹരേ കൃഷ്ണ.